ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ലൈല ഫാസ്. അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് മൈസൂർ പാലസ് ആണ് കേട്ടോ. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ചിലരെങ്കിലും ഉണ്ടാവും, അവർ ചിന്തിക്കുന്നുണ്ടാവും ഇത് തീർന്നില്ലേന്ന്. ഏതോ ഒരു പടത്തിൽ ആരോ പറഞ്ഞ പോലെ, സോറി ഞാനിത് തിന്നല്ല. അപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് യൂട്യൂബിൻ്റെ കാര്യം കുറച്ച് സ്കിപ്പ് ചെയ്ത് പോകുന്നത് കാരണമാണ് അപ്ലോഡ് ചെയ്യാൻ വൈകുന്നത്. ഇൻഷാ അല്ലാഹ് മുന്നോട്ട് വരണമെന്നുണ്ട്, പറ്റുമായിരിക്കും. എന്തായാലും ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മൈസൂർ പാലസാണ് കേട്ടോ. കണ്ടോ, ചുറ്റിലും മനോഹരമായ ഗാർഡന് വേണ്ടിയുള്ള സ്പേസും കാര്യങ്ങളൊക്കെയുള്ള ഒരു വലിയ സംഭവം തന്നെയാണ്. നമ്മുടെ മൈസൂർ എന്ന് പറയുന്നത് തന്നെ നമ്മൾ കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് അറിയപ്പെടുക. പക്ഷേ മൈസൂരിലെ ഒരേ ഒരു കൊട്ടാരത്തിന് മാത്രമാണ് മൈസൂരിൻ്റെ പേര് വെച്ചിട്ടുള്ളത് മൈസൂർ പാലസ് എന്നുള്ളത്. അത് ഈ ഒരൊറ്റ കൊട്ടാരത്തിനാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കറിയാം, വോഡയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, ഞാൻ റിപ്പീറ്റ് അടിച്ച് കൊളാക്കുന്നില്ല. നമുക്ക് പാലസിനുള്ളിലേക്ക് ചെരുപ്പിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ അതിനൊരു ഏരിയ ഉണ്ട്, അവിടെ ഒരു 2 രൂപയാണെന്ന് തോന്നുന്നു, ചെറിയൊരു എമൗണ്ട് എന്തോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നമ്പർ ഇട്ടിട്ടുള്ള ഒരു സഞ്ചി, ഒരു ചാക്ക് നമുക്ക് തരും. അതിലേക്ക് നമ്മൾ ചെരുപ്പിട്ടിട്ട് നമ്മൾ അവിടെ കൊടുക്കുക. തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ നമ്പർ പറഞ്ഞു കൊടുത്താൽ അത് നമുക്ക് തിരിച്ചു തരും. അങ്ങനെയാണ് കേട്ടോ, അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഇതാണ് നമ്മളെ എൻട്രൻസ് ഏരിയ വരുന്നത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും പിന്നീട് പോകുമ്പോൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ തീരെ മൈസൂർ പാലസ് കണ്ടിട്ടില്ലാത്ത ആളുകൾ കാണുമ്പോൾ ഒരു അതിശയോക്തി എന്തായാലും പോയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല. അപ്പം നമ്മൾ അതിൻ്റെ എന്താ പറയുക, ശരി തെറ്റുകളും കുറവുകളൊക്കെയാണ് കണ്ടെത്താൻ നോക്കുക അല്ലേ. ഇപ്പോൾ ആദ്യം പോയിട്ട് പിന്നീട് വേറെ ടീമിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ അഭിപ്രായം പറയുന്നത്, അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെയായിരുന്നു, ഇപ്പം ഇവിടെ അങ്ങനെയായി അല്ലേ, അങ്ങനെ കുറേ അഭിപ്രായങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ ആയിരിക്കും ഇത് കണ്ട ആളുകൾക്ക്. പക്ഷെ കാണാത്ത ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടോ, ഇത്രയും മനോഹരമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ വാവ്, ആ ഒരു ഫീൽ തന്നെയാണ് എന്തായാലും വരിക. ഇതൊക്കെ എങ്ങനെയായിരിക്കും അല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, അന്ന് ഇത്രയും ടെക്നോളജി അല്ലേ. അത് നമ്മൾ ലോകാത്ഭുതത്തിൽ പെട്ടിട്ടുള്ള താജ്മഹലിന് മുന്നിൽ പോയിട്ട് ആണെങ്കിലും ആദ്യമായിട്ട് നമ്മളെ മൈൻഡിലേക്ക് കയറി വരുന്ന ഒരു ചോദ്യമാണ്, ഇതൊക്കെ എങ്ങനെയായിട്ടുണ്ടാവും, ഇത്രയും ടെക്നോളജീസ് ഒന്നും ഇല്ലാത്ത അന്നത്തെ കാലത്ത് അല്ലേ. അന്ന് നമ്മൾ മൃഗങ്ങളെയും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കൂടിയും ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരുന്നു. കാരണം ഇപ്പോൾ ഈ ഒരു നമ്മുടെ മൈസൂർ പാലസിൻ്റെ കാര്യം എടുത്താൽ തന്നെ 1897 നിർമ്മാണം ആരംഭിച്ചിട്ട് 1912 അവസാനിച്ചത്. ഏകദേശം 15 വർഷമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ടൈം, 15 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഒരു ബിൽഡിംഗ് ഒക്കെ നമ്മൾ എത്ര പെട്ടെന്നാണ് തീർക്കുന്നത്. 15 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി നമ്മളപ്പോൾ ഇതിന് വയസ്സന്മാരായിട്ടുണ്ടാവും. അങ്ങനത്തെ അത്രയും ടൈം എടുത്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത് ഇന്നും അതുപോലെ നിലനിൽക്കുന്നത് കേട്ടോ. ഇത്രയും ടെക്നോളജി ഉണ്ടായിട്ടും ഇത്രയൊന്നും ഭംഗിയിൽ, ഇത്രയൊന്നും അടിപൊളിയായിട്ട് അതിശയപ്പെടുത്തുന്ന തരത്തിലൊന്നും ഇപ്പോൾ എത്രയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും പറ്റുന്നില്ല. പിന്നെ അന്നത്തേക്ക് ആളുകളുടെ മൈൻഡും അല്ലേ, അത്രയും പ്ലാനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും ഒക്കെ ഓരോരോ ഇതാണ്. അതിൻ്റേതായ ഒരു ഗുണങ്ങളുണ്ട്. ഇന്നും അത് ആളുകൾക്ക് കാണാൻ ഇത്രയും മാറിയ ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഇപ്പോഴും അവിടെ പോയി നിൽക്കുമ്പോൾ എന്തൊക്കെ കണ്ടിട്ടാണ് വരുന്നതെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന തരത്തിലേക്ക് ഇന്നും അതിന് പ്രസക്തിയിലെ എന്താണ് സമകാലിക പ്രസക്തി എന്നൊക്കെ പറയും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് ആളുകളുടെയും അവരുടെ കുടുംബം, അവരുടെ ഓരോരോ ചടങ്ങുകൾ, അങ്ങനത്തെ കുറേ ഫോട്ടോസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതൊക്കെ എന്താണെന്ന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുമുണ്ട്, ആരൊക്കെയാണെന്ന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ചരിത്രം അറിഞ്ഞു ചെല്ലുന്നവർക്കൊക്കെ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ പിന്നെ ചരിത്രം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. നമ്മൾ 10ാം ക്ലാസ് വരെ കേട്ട ഒരു അറിവ് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ മൈസൂർ പാലസിൻ്റെ ഉള്ളിലുള്ള അങ്ങനത്തെ ഒന്നും നമുക്കറിയില്ല. നമ്മൾ ടിപ്പു സുൽത്താൻ അങ്ങനെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഇങ്ങനെ ഓരോ രാജവംശങ്ങളും അതിലുണ്ടായിരുന്ന ആളുകൾ അങ്ങനെയൊന്നും അറിയില്ല. അതൊക്കെ റിസർച്ച് ചെയ്ത് അതൊക്കെ പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിൻ്റെ എല്ലാം ഒരു ആൽബം പോലെ തന്നെ എല്ലാം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാരാന്നുള്ളത് അവിടെ ഉണ്ടാവും. കൃഷ്ണരാജ വോഡയാറാണ്, അദ്ദേഹത്തിൻ്റെ ചിത്രമാണിത്. പിന്നെ നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഉപനയനം ഓഫ് ജയചന്ദ്ര വോഡയാർ. അതായത് ഈ ഉപനയനം എന്ന് പറയുന്നത് ശരിക്കും അതൊരു ചടങ്ങാണ്. ഈ പൂണൂല് ധരിക്കുന്ന, അതുപോലെ ഈ
പഠിക്കാൻ വേണ്ടിയിട്ട് ഗുരുക്കന്മാരുടെ അടുത്തേക്ക് അയക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരു ചടങ്ങിനെയാണ് ഈ ഉപനയനം എന്ന് പറയുക എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ ബർത്ത്ഡേൻ്റെ ഒക്കെ ഇപ്പോൾ ഇങ്ങനെ മെമ്മറി ആയിട്ട് ആൽബാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുന്നില്ല, അതിൻ്റെയൊക്കെ വേറൊരു വേർഷനാണ് കേട്ടോ ഇത്. ഒക്കെ എല്ലാ കാര്യത്തിൻ്റെയും എന്താ പറയുക ചിത്രങ്ങളിങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ അല്ലേ. ഇപ്പോൾ ഒക്കെ ഒരു ഫ്രെയിമിന് കൊടുക്കണ പൈസ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമുക്കിപ്പോൾ ചെയ്യുകയാണെങ്കിൽ അല്ലേ, അയ്യോ. അപ്പോൾ അതൊക്കെ തന്നെ അത്ഭുതങ്ങളാണ് അല്ലേ, ഇതൊക്കെ ഇങ്ങനെ ആക്കി വെക്കുന്നത് തന്നെ. നമ്മളൊക്കെ ഇപ്പോൾ ബർത്ത്ഡേക്കൊക്കെ ആരുടെയെങ്കിലൊക്കെ ഫ്രെയിമുകളാണ് കൂടുതൽ കൊടുക്കുക, അതന്നെ നമ്മളൊക്കെ ചെയ്യാൻ പറ്റുന്ന പാട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെയോ ഞാൻ പറയണം അല്ലേ. ഏതായാലും ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇങ്ങനെ ഈ ഒരു നടുമുറ്റം പോലെ ഇതിന് എന്താണ് പ്രത്യേകിച്ച് പറയുക, ഇതിനൊരു പേരുണ്ടാവും. എന്തായാലും ഇത് കാണുമ്പോൾ എനിക്കൊരു മലയാള ഫിലിം ഓർമ്മ വന്നത്. അവിടെ നിന്നിട്ട് ഞാൻ ഓർത്തത് ദയ എന്ന് പറഞ്ഞിട്ട് മഞ്ജു വാര്യർ ഒരു പടമുണ്ട്. അത് കണ്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു, വേറെയും കുറേ പടത്തിൽ വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് അപ്പോൾ അവിടെ നിന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാണ്. അതിൽ മഞ്ജു വാര്യർ വന്നിട്ട് ഒരു കൊട്ടാരത്തിൽ വന്നിട്ട് എന്താ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുമല്ലോ. അപ്പോൾ ഒക്കെ നമ്മളിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാം കൊട്ടാരത്തിനുള്ളിലുള്ളവരൊക്കെ എല്ലാ ചെറിയ ചെറിയ പിന്നെ ജനലുകളിൽ വന്ന് നിന്നിട്ട് കിളിവാതിലൂടെ ഒക്കെ നോക്കുമ്പോൾ താഴെ നിന്നിട്ട് മഞ്ജു വാര്യർ വന്നിട്ട് ഒരു കുതിരേനെ മെരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എനിക്ക് അവിടെ നിന്നിട്ട് അത് നന്നായിട്ട് ഓർമ്മ വന്നു കേട്ടോ. പിന്നെ ഇത് അന്നത്തെ ലിഫ്റ്റാണ് കേട്ടോ, AC ലിഫ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, പക്ഷേ അവിടേക്കൊന്നും പോകാൻ പറ്റണില്ല. അത് അവിടെയൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ് കുറേ ഏരിയ. നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്ന് പോവാം എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ ഓർക്കുകയാണ് ഞാൻ എന്തിനാ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. ഇതെല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഏതായാലും ഞാൻ തൽക്കാലം ഇവിടെ നിൽക്കാൻ, നിങ്ങൾ കണ്ടിട്ട് വരും, നമുക്ക് ലാസ്റ്റ് മീറ്റ് ചെയ്യാം കേട്ടോ.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. ഞാൻ പറയാത്തത് കൊണ്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. താങ്ക്